വഖഫ് വിഷയത്തിൽ UDF സർക്കാരിന്റെ ഒളിച്ചുകളി വിശദീകരിക്കാൻ CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെമിനാർ ഇന്ന്. വഖഫ് നിയമവും UDF കീഴടങ്ങലും എന്ന വിഷയത്തിലാണ് സെമിനാർ. വൈകിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. സ്വാലിഹുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. സ്വാലി, ഗുഡ് മോർണിംഗ്. സ്വാലി, ഈ വഖഫിലെ UDF സർക്കാരിന്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അതിലെ വസ്തുതാവിരുദ്ധമായ ആ കള്ളക്കളി ഉണ്ടല്ലോ, അത് പുറത്തു കൊണ്ടുവരിക എന്നതിന്റെ ഭാഗമായിട്ടാണോ ഇന്നിപ്പോൾ ഈ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്? മനു, കേന്ദ്ര സർക്കാർ വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ നിയമിക്കണമെന്ന ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ LDF സർക്കാരിന്റെ കാലത്ത് ഈ 2 സീറ്റുകൾ, ഈ 2 അംഗങ്ങളെ ഒഴിച്ചിട്ടാണ് നിയമനം നടത്തിയിരുന്നത്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സർക്കാരുകൾ ഇത് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. അതിനുശേഷമേ ആ നിയമനം നടത്തൂ എന്ന ഒരു നിലപാട് LDF സർക്കാർ സ്വീകരിച്ചിരുന്നു. എന്നാൽ UDF അധികാരത്തിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ ആ 2 പേരെ കൂടി നിയമിക്കുന്നതിൽ തടസ്സമില്ല എന്ന് കോടതിയിൽ അങ്ങോട്ട് പോയി പറയുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് വീണ്ടും വലിയ പ്രതിസന്ധി വഖഫ് ബോർഡിൽ സൃഷ്ടിച്ചത്. സ്വാഭാവികമായും ഇത് സാമുദായിക സംഘടനകൾക്കിടയിലൊക്കെ ഇക്കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കുക എന്നതാണ് ഈ സെമിനാർ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ജസ്റ്റിസ് VK മോഹനനാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ പരിപാടി സെമിനാർ ഉദ്ഘാടനം ചെയ്യും. KT ജലീൽ, അതുപോലെ തന്നെ C അബ്ദുറഹ്മാൻ, 2 സമസ്തകളെ പ്രതിനിധീകരിച്ച് C മുഹമ്മദ് ഫൈസി, മുക്കം ഉമർ ഫൈസി തുടങ്ങിയവരും ഇന്നത്തെ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. മലപ്പുറം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മെമ്മോറിയൽ ടൗൺ ഹാളിൽ 3 മണിക്കാണ് ഈ സെമിനാർ ക്രമീകരിച്ചിരിക്കുന്നത്. മനു, സ്വാലിഹ് വിവരങ്ങൾ നൽകിയത്.